അപ്പോൾ നമ്മൾ വർക്കലയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ്, ജഡായു പ്രതിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഏകദേശം 10-30 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഈ റൂട്ടിൽ ലൈൻ ബസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാത്ത കാരണം നമ്മളിത് അവിടെ നിന്ന് തന്നെ ഒരു സ്കൂട്ടി വാടകയ്ക്ക് എടുത്തു. സംഭവം കുഴപ്പമില്ല, നല്ല കണ്ടീഷനുള്ള വണ്ടിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-700 രൂപ അവർ വാടക മേടിക്കുന്നുണ്ട്. ഒരു തുള്ളി എണ്ണയും തരില്ല. പക്ഷെ ഇതിൽ ആൾറെഡി കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് എണ്ണ റീഫിൽ ചെയ്തിട്ട് ഇറങ്ങി. ഇനി വരണ വഴിയൊക്കെ നല്ല റൂട്ടാണ് കേട്ടോ, നല്ല ബസ് റൂട്ടാണ്. പക്ഷെ ബസ്സൊന്നും കണ്ടില്ല ഇതുവരെ, ഒരു ബസ് പോലും, 1-2 ലൈൻ ബസ് അത്രേ കണ്ടുള്ളൂ. കാരണം നമ്മൾ ബസ്സിൽ വന്നാണെങ്കിൽ പെട്ടിട്ടുണ്ടാവും, നമ്മുടെ ഷെഡ്യൂളിങ് കാര്യങ്ങളും എല്ലാം നമുക്ക് തെറ്റും. അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററേ ഉള്ളൂ. നല്ല റോഡാണ്. അതുപോലെ തന്നെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അത് സൺഡേ ആയ കാരണമാണോ എന്ന് അറിയില്ല. പക്ഷേ പൊതുവെ ബസ് ഒരുപാടില്ലാത്ത റൂട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് സമയം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വരാൻ. നിങ്ങൾ റെൻ്റലിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വഴിക്ക് ആ ബസ് റൂട്ട് ചൂസ് ചെയ്യുക. പിന്നെ ഈ വഴിക്ക് കാണാനൊന്നുമില്ല, ഒക്കെ ഡ്രൈ ലാൻഡ് തന്നെയാണ്. പക്ഷെ നല്ല തിരക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് വരാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. ഇനി ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടി ഉള്ളൂ. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജഡായു എർത്ത് സെൻറ്റർ ഉള്ളത്. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 24-25 കിലോമീറ്ററോളാണ് ഇവിടേക്കുള്ള ദൂരം. 64 ഏക്കർ സ്ഥലത്തായിട്ടാണ് ഈ ജഡായു എർത്ത് സെൻറ്റർ ഒരുക്കിയിട്ടുള്ളത്. ഈ ജഡായു പ്രതിമ കൂടാതെ ഇവിടെ വലിയൊരു ഉദ്യാനവും ഉണ്ട്. എൻട്രൻസിൽ ഞങ്ങൾ എത്തിയ സമയത്ത് അത്യാവശ്യം നല്ലപോലെ തിരക്കുണ്ടായിരുന്നു. ഇവിടെ നിന്ന് വേണം നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാൻ. ബൈക്കിന് 20 രൂപയാണ് പാർക്കിംഗ് ടിക്കറ്റ്. കേരളത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ വിനോദസഞ്ചാര പദ്ധതിയാണ് ജഡായു എർത്ത് സെൻറ്റർ. 236 രൂപയാണ് ഇവിടെ പാർക്ക് എൻട്രിക്ക് നമ്മൾ പേ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് നടന്നോ അല്ലെങ്കിൽ കേബിൾ കാർ യൂസ് ചെയ്തോ മേലെ എർത്ത് സെൻറ്ററിലേക്ക് പോകാം. നിങ്ങൾ കേബിൾ കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 264 രൂപ മേലെയുള്ള വേറൊരു കൗണ്ടറിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാർക്കിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിവിടെ എത്തിയത് ഏകദേശം ഒരു ഉച്ച സമയം ആയതുകൊണ്ടാണ് കേബിൾ കാർ യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്റർ കഷ്ടിച്ച് നടന്നു പോകുന്ന പോലെ ഉണ്ടാവും. പക്ഷേ അത് ഈ വെയിലത്ത് നടന്നു പോകാൻ ഭയങ്കര കഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ കേബിൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. കേബിൾ കാർ അപ്പ് ആൻഡ് ഡൗൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അവരെടുക്കുന്നത് 264 രൂപയാണ്. പിന്നെ നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേബിൾ കാറിൻ്റെ അവിടെ നിങ്ങൾക്ക് കാർഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ GPay ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പാർക്ക് എൻട്രി ഫീ എടുക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള കൗണ്ടറിൽ ക്യാഷ് മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഓർത്തിരിക്കണം. കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ തരുന്ന ഹാളിൽ ഫുഡ് കോർട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കേബിൾ കാർ എത്തി. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ജഡായു എർത്ത് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വളരെ പതുക്കെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പാകത്തിൽ തന്നെയാണ് കേബിൾ കാറിൻ്റെ യാത്ര. ഏകദേശം പകുതി ദൂരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന പച്ചപ്പിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നത് ഒരു മൺസൂൺ ടൈമിലൊക്കെ ചെറിയ ചാറ്റൽ മഴയൊക്കെയുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ വ്യൂ ഒക്കെ നമുക്ക് കുറച്ചും കൂടി നല്ലപോലെ ഭംഗിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹെലിപ്പാഡും കാണാനുണ്ട്. എനിക്ക് തോന്നുന്നത് VIP വരുന്ന സമയത്തായിരിക്കണം ഇത് ഫങ്ഷനിങ് ആവുന്നത്. ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് ഈ ശില്പത്തിൻ്റെ മേലെ നിന്നുള്ള വ്യൂ കാണുന്നത് ഭയങ്കര രസമായിരിക്കും. നമ്മളിപ്പോൾ ഏകദേശം മേലെ എത്താറായി. ഇവിടുന്ന് നമുക്ക് ശില്പത്തിൻ്റെ ചെറിയൊരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എത്താറായി. എനിക്ക് തോന്നുന്നത് നടന്നു വന്നതാണെങ്കിൽ ഈ ക്ലൈമറ്റിന് നമ്മൾ ശരിക്കും പെട്ടുപോയേനെ. കുറച്ചൊക്കെ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ കാലത്തൊക്കെ വരികയാണെങ്കിൽ നടന്നു വരുന്നതും രസമായിരിക്കും. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. ഇങ്ങനെ മേലേക്ക് കയറുമ്പോഴത്തെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജഡായു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, രാമായണത്തിലെ ഒരു കഥാപാത്രമാണ്. രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പുഷ്പവിമാനത്തിൽ പോകുന്ന വഴിക്ക് ജഡായു എന്ന് പറയുന്ന പക്ഷി ഇത് കണ്ട് രാവണനെ എതിർക്കാൻ ശ്രമിച്ച് അവർ തമ്മിലൊരു യുദ്ധമൊക്കെ നടന്ന് ആ യുദ്ധത്തിൻ്റെ അവസാനം രാവണൻ്റെ വെട്ടേറ്റ് ജഡായു വന്നു വീണു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പാറയാണ് ഇത്.
ഈ ശില്പത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1999 മുതൽ 2013 വരെയുള്ള നാൾവഴികൾ നമുക്കിവിടെ കാണാം. മലയാള സിനിമയിലെ ഡയറക്ടറും ആർട്ട് ഡയറക്ടർ, ശില്പി ഇങ്ങനെ പല വിധത്തിൽ അറിയപ്പെടുന്ന രാജീവ് അഞ്ചലിൻ്റെ ലീഡർഷിപ്പിലാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. പാളിയായിട്ട് ഓരോന്ന് ചെയ്തെടുത്തിരിക്കുന്നുണ്ടോ, എന്നിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് ചിറകിൻ്റെ ഭാഗങ്ങൾ വരുന്നതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഓരോ പാളികളായിട്ട് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് അതിനെ ഫിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതാ കണ്ടില്ലേ അതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതൊക്കെ. നല്ല വെയിലാണ്, ഇത് കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാം നമുക്ക്. ഭയങ്കര ഫിനിഷിങ് ഒക്കെ പെർഫെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ ശരിക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ. ഗുരുചന്ദ്രിക ബിൽഡേഴ്സ്. ഇത് കണ്ടില്ല, ഇപ്പം നമ്മളിപ്പോൾ താഴെ നിൽക്കുന്നതിൻ്റെ അവിടുന്ന് നമുക്ക് ജഡായുവിൻ്റെ തല കാണാം. കണ്ണിൻ്റെ അതിലൊക്കെ ഗ്ലാസ് പോലെ എന്തോ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, കൊക്കൊക്കെ കണ്ടില്ലേ, എന്തുമാതിരി പെർഫെക്ഷൻ എന്നാണ് പറയേണ്ടത്. ഇത് മേലേക്ക് കൈ നിൽക്കുന്ന പോർഷൻ, കളികളും കറക്റ്റായിട്ട് പെർഫെക്റ്റായി കട്ട് ചെയ്ത് എടുത്ത് അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ വർക്ക് കേട്ടോ. നമ്മളിപ്പോൾ താഴെ എഴുതിയത് കണ്ടില്ലേ, 1999 ഇതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങിയത്. അതിന് ശേഷം ഇത്രയും വർഷങ്ങൾ എടുത്തിട്ടാണ് ആ പ്രൊജക്റ്റിൻ്റെ ഒരു പ്രപ്പോസൽ വന്നത് 99-ലാണ്. ഇപ്പോഴാണ് ഓൾമോസ്റ്റ് ഫുൾ ഫിനിഷിങ്. ഇപ്പോഴും അതിൽ സത്യം പറഞ്ഞാൽ മ്യൂസിയം വർക്ക് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. മ്യൂസിയത്തിൻ്റെ വർക്കൊക്കെ നടക്കണമെന്നായിട്ടാണ് കാണിച്ചത്. എന്തായാലും ചുറ്റും നടന്ന് കണ്ട ശേഷം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ മൊത്തം നിർമ്മാണ ചെലവെന്ന് പറയുന്നത് 100 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഈ ശില്പത്തിന് 200 അടി നീളം, 150 അടി വീതി, 75 അടി ഉയരം, ഈ ഒരു മെഷർമെൻറ്റിലായിട്ടാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. പോർഷനിലായിട്ട് ഒരു റോപ്പ് വേ സെറ്റപ്പ് കാണുന്നുണ്ട്. ഇത് ഇവിടേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാനും അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് വർക്കിനൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതായിരിക്കും ഇത്. നമ്മളപ്പോൾ കുറച്ചും കൂടി ബാക്കിലേക്ക് വന്നപ്പോൾ ഏകദേശം ഒരു ഫുൾ പിക്ചർ കിട്ടണ പോലത്തെ ഒരു പൊസിഷനാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. ഇവിടെയാണ് ചിറകിൻ്റെ ഭാഗമാണിത്. നമുക്കിതൊന്ന് ചുറ്റി നടന്ന് കണ്ടു നോക്കാം. പിന്നെ ഇതാ അവിടെ ഒരു ചെറിയൊരു ഗാലറി ഒക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കും അവർ കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു പോർഷനാണത്. ഈ വെയിലത്തൊന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. എന്താ കണ്ടില്ലേ, ഇവിടെയാണ് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പക്ക പെർഫെക്റ്റ് പ്ലേസ്. ഇതാണ് ഇവിടെ നിന്നാണ് ശരിക്കുള്ളൊരു ഫുൾ വ്യൂ കിട്ടണേ. നമുക്കിതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ് ഈ ജഡായു. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ടെമ്പിൾ കാണാൻ വേണ്ടി വന്നതാണ്. ഇത് ആരുടെ ടെമ്പിളാണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങോട്ട് ആ സൈഡിലേക്ക് പോയി നോക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഹൈറ്റിൽ വന്നപ്പോഴേ ജഡായുവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഇത് കുറച്ചും കൂടി ഭയങ്കര വിസിബിളായി. കുറച്ചും കൂടി ആ ഷേപ്പും കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയതുണ്ട്. അപ്പുറത്തെ കാല് ഒക്കെ കാണുന്നുണ്ട് ഇവിടുന്ന്. നല്ല ചൂടാണ്, ഫോണൊക്കെ ചൂടാവാൻ തുടങ്ങി. ഫോണൊക്കെ ചൂടായി വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവാൻ തുടങ്ങി ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട്. ഇച്ചിരി നേരം നമ്മൾ ഫോണൊക്കെ ഒന്ന് തണുപ്പൊക്കെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിന് ശേഷം കിട്ടി അമ്പലത്തിലോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കൊരു വ്യൂസൊക്കെ ഒന്നും കൂടി നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ചുറ്റിലുള്ള വ്യൂ ഉണ്ടല്ലേ. അവിടെ ഒരു ആംഫി ഓഡിറ്റോറിയം ഉണ്ട്. ഞാൻ കുറേ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു വല്ല മ്യൂസിക്കൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യണത് ഇതിൽ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഒന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല ചൂടാണ്. നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ ഇത്. നോക്ക്, ഗ്രീനറി. നമ്മൾ കേബിൾ കാറിൽ വന്നത് നന്നായി. കാരണം നടന്നു വന്നാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേനും മിക്കവാറും റെസ്റ്റ് മോഡലായിട്ടുണ്ടാവും. കാരണം അത്യാവശ്യം നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ കയറ്റവും ഇറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് പാറയൊക്കെ ആയിട്ടുള്ള വഴിയാണ് ബൈ ഫുട്ട് നടന്നു വരുന്ന വഴി എന്ന് പറയുന്നത്.
ഇതിപ്പോൾ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹം പറയുന്നത് ഫുള്ള് ഗോൾഡ് കൊണ്ടാണ്. ചെറിയൊരു പൂശിയതായിരിക്കും, ചെറുതൊന്ന് വലുതൊന്ന്. പക്ഷെ നമുക്ക് അവിടെ ഫോട്ടോ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. പുറത്ത് ലക്ഷ്മണസ്വാമി, ദേ ഇരിക്കുന്നത് വന്നിട്ട് ഹനുമാൻ സ്വാമി, അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ദേവി അല്ലേ, അങ്ങനെയാണുള്ളത്. നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ നിന്നാണ് വീഡിയോ എടുക്കാനുള്ള അനുവാദമുള്ളൂ. ഓക്കെ, അപ്പോൾ അകത്തുനിന്നുള്ള വിഗ്രഹമൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, അലൗഡ് അല്ല, സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്. ഇതിവിടെ ശ്രീരാമ പാദമാണ് കേട്ടോ ഉള്ളത്. ഉള്ളിലോട്ട് കയറി നോക്കാം. മറ്റേ ജഡായു മോക്ഷത്തിൻ്റെ ഒരു പിക്ചറൈസേഷൻ ഉണ്ട്. ഇതാണ്ടോ, കിടാവിളക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതാണ്ടോ, ഇവിടെയാണ് ശ്രീരാമൻ്റെ പാദം ഉള്ളതായിട്ട് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് നമുക്ക് ഇസ്കോണിൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ, അവരുടെ പ്രൊഡക്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു പുൽത്തകിടി, അതുപോലെ തന്നെ ഒരു ആംഫി തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആംഫി തിയേറ്ററിൽ പോയി ആ വ്യൂ പോയിൻ്റ് ഒന്ന് കണ്ടിട്ട് വരാം. പച്ചപ്പ് കാണാൻ ഒരു കിടിലൻ വ്യൂ പോയിൻ്റാണിത്. മഴക്കാലത്ത് ഒന്നുകൂടി ഭംഗിയായിരിക്കും. ഉള്ളിലോട്ട് കയറാനുള്ള എൻട്രൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ എന്തൊക്കെയോ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എന്തായാലും കേറ്റില്ല, നമുക്കത് മിസ്സായി. സെറ്റപ്പ് ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീ വാട്ടറാണ്, നല്ല തണുത്ത വെള്ളമുണ്ട്. തണുത്ത വെള്ളം കിട്ടുമെന്ന് നമുക്ക് സംശയമായിരുന്നു, പക്ഷേ നോക്കിയപ്പോൾ തണുത്ത വെള്ളമുണ്ട്. ഇപ്പോഴത്തെ ഈ വെയിലത്ത് ഇവിടെ നിന്ന് ഈ വെള്ളം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മുന്തിരിച്ചാറ് കിട്ടിയ പോലത്തെ ഒരു സുഖമാണ്. നല്ല തണുത്ത വെള്ളം. ഇതുണ്ടോ, ഇതങ്ങനെ വാട്ടർ ഇവരിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു സെറ്റപ്പാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ബിൽഡിംഗ് കാണുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അവിടേക്ക് ഇപ്പോൾ കവാടൊക്കെ അടച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻറ്റ്സ് എടുത്താൽ അടിപൊളിയാണ്. ഇത് കണ്ടു, നമ്മൾ കേബിൾ കാർ വന്ന വഴിയാണ് ഈ കാണുന്നത്. ശരിക്കും ഇവിടെ രാവണ ജഡായു യുദ്ധം കാണാൻ വേണ്ടിയിട്ടുള്ള 60 തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതെന്തോ മെയിൻ്റെനൻസ് വർക്ക് കാരണമാണെന്ന് തോന്നുന്നു, ഫങ്ഷനിങ് ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. നമ്മുടെ മഹാകവി ONV ജഡായുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ജഡായു സ്മൃതി എന്ന് പറയുന്ന ഒരു കവിത ഇവിടെ ഉണ്ട്. നമുക്കതൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജഡായു എർത്ത് സെൻറ്ററിലെ കാഴ്ചകൾ. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.